ഹലോ എവ്രിബഡി. ഇന്ന് ക്ലാസ് 6ലെ 4th ചാപ്റ്റർ ഹാർ കി ജീത്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു മോറലുള്ള സ്റ്റോറിയാണ് കേട്ടോ അത്. മാ കോ അപ്നെ ബേटे और किसान को अपने लहलहाते खेत देखकर जो आनंद आता है वही आनंद बाबा भारती को अपना घोड़ा देखकर आता है. ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ബാബ ഭാരതിക്ക് ഒരു ഘോട ഉണ്ടായിരുന്നു, ഒരു ഹോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അമ്മയ്ക്ക് മകനെ കാണുമ്പോൾ അല്ലെങ്കിൽ കുട്ടീനെ കാണുമ്പോൾ വരുന്ന സന്തോഷം, അതുപോലെ തന്നെ ഒരു കിസാൻ, ഒരു ഫാർമറിനെ കൃഷി ചെയ്തിട്ടുള്ള ആ ഫീൽഡ് കാണുമ്പോൾ വരുന്ന സന്തോഷമാണ് ബാബ ഭാരതിയുടെ ഹോഴ്സിനെ കാണുമ്പോൾ തോന്നാറ്. പിന്നെ ബേട്ടെ സ്വന്തം മക്കൾ, കിസാൻ കൃഷിക്കാരൻ, ലഹലഹാത്തെ ഖേത് മീൻസ് പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾ, ഓർ ഗ്രീൻ ഫീൽഡ്. ആനന്ദാത്ത ഹെ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. घोड़ा मीन्स हॉर्स. भगवत भजन से जो समय बचता वह घोड़े को अर्पण हो जाता. ഈ ഭാരതിയുടെ മെയിൻ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ ദൈവങ്ങളെ പൂജിക്കുക, ഭഗവത് ഭജൻ, ഭഗവാനെ ഭജൻ ചെയ്യുക. ഭജൻ മീൻസ് പൂജ ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള സമയം മുഴുവൻ ഈ ഘോടയ്ക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരുന്നത്. സമയ ബച്ത മീൻസ് സമയം, ബാക്കിയുള്ള സമയം. അർപ്പൺ ഹോ ജാത്ത സമർപ്പിക്കും. वह घोड़ा बहुत सुंदर था, बड़ा बलवान. उसके जोड़ का घोड़ा सारे इलाके में ना था. ആ ഹോഴ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, ബലവാനായിരുന്നു. മാത്രമല്ല അതുപോലത്തെ ജോഡ് കാ ഘോട എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു ഘോട സാരെ ഇലാക്കമേ മുഴുവൻ ആ ഏരിയയിൽ ഉണ്ടായിരുന്നില്ല. ഇലാക്ക മീൻസ് ആ ഏരിയ. बाबा भारती उसे सुल्तान कहकर पुकारते, अपने हाथ से खर हरा करते, खुद दाना खिलाते और देख देख कर प्रसन्न होते थे. ബാബ ഭാരതി ആ ഘോടേനെ സുൽത്താൻ എന്നാണ് വിളിച്ചിരുന്നത്. സാധാരണ ഒരു ഹോഴ്സിൻ്റെ ബോഡിയിൽ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കും, അവർ ഇങ്ങനെ പോളിഷിങ് ചെയ്യുന്ന പോലെ സ്ക്രാച്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കും. അതുപോലും ബാബ ഭാരതി സ്വയമാണ് ചെയ്തിരുന്നത്, കൈകൊണ്ട് തന്നെ. മാത്രമല്ല ഭക്ഷണം കൊടുക്കും, പിന്നെ ഇങ്ങനെ നോക്കി നോക്കി സന്തോഷിക്കുകയും ചെയ്യും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാകുമ്പോൾ നമ്മളത് നോക്കി നോക്കി സന്തോഷിക്കുമല്ലോ, അതേപോലെ തന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ആയതുകൊണ്ട് ഈ കുതിരനെ നോക്കി നോക്കി ആൾ സന്തോഷിക്കും. പുക്കാർണ വിളിക്കുക, കർഹറ കർണ അങ്ങനെ സ്ക്രാച്ചിങ്. പ്രസന്നോഹോന സന്തോഷിക്കുക, ഖാന ഖിലാന ഭക്ഷണം കൊടുക്കുക. उन्होंने रुपया, माल, असबाब, ज़मीन आदि अपना सब कुछ छोड़ दिया था. ബാബ ഭാരതി ആളുടെ കയ്യിലുള്ള ആളുടെ സ്വത്തും പണവും ഫർണിച്ചർ, സ്ഥലം, പിന്നെ എല്ലാതും ഉപേക്ഷിച്ചു ഈ കുതിരയ്ക്ക് വേണ്ടി. മാൽ റുപ്പയ സ്വത്തും പണവും, അസ്ബാബ് ഫർണിച്ചർ കേട്ടോ, ജമീൻ സ്ഥലം, സബ് കുച്ച് എല്ലാതും. യഹാ തക് കി ഉൻഹെ നഗർ മേ ജീവൻ സേ ഭി ഘൃണ थी. മാത്രമല്ല ബാബ ഭാരതിക്ക് സിറ്റി ലൈഫ് ഭയങ്കര വെറുപ്പായിരുന്നു. घृण വെറുപ്പ്. नगर सिटी. अब गांव से बाहर एक छोटे से मंदिर में रहते और भगवान का भजन करते थे. ഇപ്പോൾ നാട്ടിൻ്റെ പുറത്ത് ഒരു ചെറിയൊരു അമ്പലത്തിലായിരുന്നു താമസിച്ചിരുന്നത്. മാത്രമല്ല ഭഗവാൻ കി ഭജൻ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഭജിച്ചിരിക്കും. मैं सुल्तान के बिना नहीं रह सकूँगा. എനിക്ക് സുൽത്താനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് ബാബ ഭാരതി പറയുന്നത്. उन्हें ऐसी भ्रांति सी हो गई थी, वे उसकी चाल पर लट्टू थे. ചാൽ മീൻസ് ആ സ്റ്റൈൽ ഓഫ് വാക്കിംഗ്, ആ കുതിരയുടെ സ്റ്റൈൽ ഓഫ് വാക്കിങ്ങിലുള്ള അതിൻ്റെ ഒരു ബിഗ് ഫാൻ ആയിരുന്നു ബാബ ഭാരതി. അതായത് ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു ഇഷ്ടമായിരുന്നു കുതിരയോട്. कहते ऐसा चलता है जैसे मोर घटा को देखकर नाच रहा हो. ഈ ഘോട എങ്ങനെ നടന്നിരുന്നത്? മോർ ഘട്ടാക്ക്, മോർ മീൻസ് പീക്കോക്ക്, നമ്മുടെ ക്ലൗഡ്സിനെ കണ്ടിട്ട് ഇങ്ങനെ ഫെദേഴ്സൊക്കെ ഇങ്ങനെ വിരുത്തി ഡാൻസ് കളിക്കില്ലേ, അതുപോലെയാണ് നടന്നിരുന്നതെന്നാണ് ബാബ ഭാരതി പറയുന്നത്. ഘട്ട മീൻസ് ക്ലൗഡ്സ്, നാച്ചന ഡാൻസ് കളിക്കുക. जब तक संध्या समय सुल्तान पर चढ़कर 8-10 मील का चक्कर न लगा लेते उन्हें चैन न आता. സന്ധ്യാസമയം അതായത് വൈകുന്നേരം സുൽത്താൻ്റെ മുകളിൽ കയറി, ചടുക്കർ കയറി ഇരുന്ന് 8-10 മീൽ 8-10 മൈൽസ് ചക്കർ ന ലഗാലേത്തെ കറങ്ങിയില്ലെങ്കിൽ ആൾക്ക് സമാധാനം കിട്ടില്ല. ചൈനാത്ത സമാധാനം കിട്ടില്ല. खड़क सिंह इस इलाके का प्रसिद्ध डाकू था.
लोग उसका नाम सुनकर कांपते थे. അപ്പോൾ അവിടെ ഒരു ഡാക്കു ഉണ്ടായിരുന്നു. ഡാക്കു മീൻസ് ഡെക്കോയിറ്റ്, കള്ളക്കടത്തുകാരൻ. ഖടക് സിംഗ് എന്നായിരുന്നു ആളുടെ പേര്. അപ്പോൾ ഖടക് സിംഗ് ഒരു ആ ഏരിയയിലത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഡാക്കു ആയിരുന്നു. ഇലാക്ക ഏരിയ. ആൾക്കാർ ആളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ കാമ്പത്തേത്തെ, കാമ്പ് വിറയ്ക്കും. ഹോത്തെ ഹോത്തെ സുൽത്താൻ കി കീർത്തി ഉസ്കെ കാനോ തക് ഭി പहुंची. അപ്പം അങ്ങനെ ഈ സുൽത്താനിനെ കുറിച്ചുള്ള കാര്യം അയാളും കേട്ടു. കാനോ തക് പहुंची മീൻസ് അയാൾക്കും കേൾക്കാനിട വന്നു. കീർത്തി മീൻസ് ആ കുതിരയെക്കുറിച്ചുള്ള പ്രശസ്തി. ഉസ്കാ ഹൃദയ ഉസെ ദേഖനെ കെ ലിയെ അധീർ ഹോ ഉഠാ. അങ്ങനെ ഖടക് സിംഗിനെയും ആ കുതിരനെ ഒന്ന് കാണണമെന്നൊരു മോഹം വന്നു. एक दिन वह दोपहर के समय बाबा भारती के पास पहुंचा. ഒരു ദിവസം दोपहर के समय ഉച്ച സമയത്ത് ബാബാ ഭാരതിയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. और नमस्कार करके बैठ गया. എന്നിട്ട് നമസ്കാർ നമസ്തേ പറഞ്ഞ് അവിടെ ഇരുന്നു. बैठ गया അവിടെ ഇരുന്നു. ബാബാ ഭാരതി ने पूछा ഖടക് സിംഗ് क्या हाल है. അപ്പോൾ ബാബ ഭാരതി ഈ ഖടക് സിംഗിനോട് ചോദിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷം. क्या हाल है എന്തൊക്കെയുണ്ട് വിശേഷം. ഖടക് സിംഗ് ने सिर झुकाकर उत्तर दिया. അപ്പോൾ ഖടക് സിംഗ് തല കുനിച്ച് അതിൻ്റെ ഉത്തരം പറഞ്ഞു. എന്താണ്? ആപ്കി ദയാ ഹെ. അപ്പോൾ നമ്മൾ ചോദിച്ചതിന് നന്ദി എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു വേർഡാണ് കേട്ടോ ഇത്. ആപ്കി ദയാ ഹെ. ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ ഈ വേർഡാണ് യൂസ് ചെയ്യുക. ആപ്കി ദയാ ഹെ. കഹോ ഇധർ कैसे आ गए. ഇവിടെ എന്തുകൊണ്ട് വന്നു എന്ന് ഖടക് സിംഗിനോട് ചോദിക്കുകയാണ്. സുൽത്താൻ കി ചാഹ് ഖീച്ച് ലായി. അപ്പോൾ പറയാണ് സുൽത്താനിനെ കാണാനുള്ള ആഗ്രഹം എന്നെ ഇവിടം വരയ്ക്ക് എത്തിച്ചു. ചാഹ് മീൻസ് ആഗ്രഹം, ഖീച്ച് ലായി വലിച്ച് ഇങ്ങോട്ട് എത്തിച്ചു. വിചിത്ര ജാൻവർ ഹെ ദേഖോഗെ തോ പ്രസന്ന ഹോ ജാവോഗെ. അതൊരു വിചിത്രമായ ഒരു ജാൻവറാണ്, ആനിമലാണ്. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാവും. പ്രസന്ന ഹോ ജാവോഗെ സന്തോഷമാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡയലോഗ്സൊക്കെ കിസ്നെ കിസ്സെ കഹ എന്ന ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ് കേട്ടോ. ബാബ ഭാരതി ഖടക് സിംഗിനോട് ചോദിച്ചതാണോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് അതിന് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആരോട് പറഞ്ഞു എന്നുള്ളത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഉത്തരം പറയാണ് ഖടക് സിംഗ്. മേനെ ബി ബഡി പ്രശംസ സുനി ഹെ. ഇത് ഖടക് സിംഗ് ആണ് പറയണേ. ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ കുതിരയെക്കുറിച്ച്. ഉസ്കി ചാൽ തുമ്ഹാര മൻ മോഹലേഗി. അപ്പോൾ ഇത് പറയണത് നമ്മുടെ ബാബ ഭാരതിയാണ്. कहते हैं देखने में भी बहुत सुंदर है. അപ്പോൾ ഇത് ഖടക് സിംഗ് ആണ് പറയണത്. അത് കാണാനും ഭയങ്കര സുന്ദരമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. क्या कहना जो उससे एक बार देख लेता है उसके हृदय पर उसकी छवि अंकित हो जाती है. അപ്പോൾ ബാബ ഭാരതി സ്വയം കുതിരേനെ പുകഴ്ത്തി പറയുകയാണ് कि ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ജോ ഉസെ ഏക് ബാർ ദേഖ് ലേ, ആരെങ്കിലും അതിനെ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ ഉസ്കി ഹൃദയ പർ ആളുടെ ഹൃദയത്തിൽ ഉസ്കി ഛവി മീൻസ് അതിൻ്റെ ചിത്രം അതുപോലെ തന്നെ അവിടെ പതിഞ്ഞിരിക്കും. അങ്കിത് ഹോജാന പതിയ, പ്രിൻ്റ് ആവുന്ന പോലെ. പിന്നെ ഒരിക്കലും മറക്കില്ല എന്നാട്ടോ പറയണത്. അപ്പോൾ ഖടക് സിംഗ് പറയണം ബഹുത് ദിനോं से अभिलाषा थी आज उपस्थित हो सका हूँ. എനിക്ക് ഒരുപാട് ദിവസത്തെ ഒരു ആഗ്രഹമായിരുന്നു, ആഗ്രഹമായിരുന്നു. ആജ് ഉപസ്ഥിത് ഇന്നാണ് എനിക്ക് ഒന്ന് വരാൻ പറ്റിയത്. ഉപസ്ഥിത് ഹോന മീൻസ് പ്രസൻറ്റ് ആവുക. ബാബ ഭാരതി ഓർ ഖടക് സിംഗ് ദോനോ അസ്തബൽ മേ പहुंचे. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് ആ കുതിരയെ കെട്ടിയിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, സ്റ്റേബിൾ, അവിടേക്ക് എത്തി. അപ്പോൾ ബാബ ആ കുതിരേനെ ഭയങ്കര പ്രൈഡായിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. ഘമണ്ഡ് സെ ദിഖായ, ഒരു ഹാപ്പി പ്രൗഡായിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. ഖടക് സിംഗിനെ ഘോഡ ദേഖ ആശ്ചര്യസെ, ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് ഖടക് സിംഗ് ആ കുതിരേനെ നോക്കിയത്. उसने सैकड़ों घोड़े देखे थे परंतु ऐसा बांका घोड़ा उसकी आंखों में कभी न गुजरा था. പക്ഷെ ഇതുപോലെ ഭംഗിയുള്ള ഒരു കുതിര ഇതുവരെ എൻ്റെ കൺമുന്നിൽ വന്നു പെട്ടിട്ടില്ല എന്നാണ് നമ്മുടെ ഖടക് സിംഗ് പറയുന്നത്. ഉസ്നെ സൈക്കഡോ ഘോഡെ ദേഖേ തെ മീൻസ് കുറേ നൂറുകണക്കിന് കുതിരകൾ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലത്തെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു കുതിരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഗുസർന മീൻസ് പാസ് ചെയ്ത് പോവുക, അതായത് കൺമുന്നിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടില്ല. സോച്ചനെ ലഗാ ഭാഗ്യ കി ബാത് ഹെ ऐसा घोड़ा खड़क सिंह के पास होना चाहिए था. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ നല്ല ഇങ്ങനെ ഭംഗിയുള്ള ഒരു കുതിര
എൻ്റെ കയ്യിലായിരുന്നു ആവേണ്ടത്. इस साधु को ऐसी चीज़ों से क्या लाभ? ഈ സാധുവിന് ഇങ്ങനത്തെ കുറേ കുതിര ഉണ്ടായിട്ട് എന്ത് കാര്യം എന്നാണ് ആൾ ആലോചിക്കുന്നത്. കുച്ച് ദേർ തക് ആശ്ചര്യസെ ചുപ് ചാപ്പ് ഖടാ രഹ. കുറച്ച് നേരം വരെ ആശ്ചര്യമായിട്ട് അത്ഭുതത്തോടു കൂടി, പക്ഷെ ഒന്നും മിണ്ടാണ്ട് അവിടെ ചുപ് ചാപ്പ് മിണ്ടാണ്ട് അവിടെ നിന്നു. इसके पश्चात उसके हृदय में हलचल होने लगी. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു എന്തോ ഒരു ചാഞ്ചാട്ടം. बालकों की सी अधीरता से बोलता, परंतु बाबा जी इसकी चाल ना देखी तो क्या? അഥവാ ഞാൻ ഇതിൻ്റെ നടത്തം കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം എന്ന് ബാബ ഭാരതിയുടെ അടുത്ത് ഖടക് സിംഗ് പറയുകയാണ്. ഈ ചെറിയ കുട്ടികളെ പോലെ കുട്ടികൾ പറയുമല്ലോ, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് കാണണം, ഓടിച്ച് കാണണം എന്നൊക്കെ പറയില്ല, അതുപോലെ बाबा भारती भी मनुष्य ही थे. अपनी चीज़ की प्रशंसा दूसरे के मुँह से सुनने के लिए उनका हृदय भी अधीर हो गया. ബാബ ഭാരതി ഒരു മനുഷ്യനായിരുന്നല്ലോ, അപ്പോൾ മറ്റുള്ളവർ പറയുന്ന പ്രശംസ കേൾക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം ബാബ ഭാരതിക്ക് ഉണ്ടായിരുന്നു. അപ്പനി ചീസ് കി പ്രശംസ, നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും സാധനങ്ങളുടെ അപ്രിസിയേഷൻ, ദൂസറോ കെ മുഖ് സെ സുന്ന, മറ്റുള്ളവരുടെ വായിൽ നിന്ന് കേൾക്കുക, സുന്ന കേൾക്കുക, കേലി ഉൻക ഹൃദയ ഭീ, അപ്പോൾ അത് കേൾക്കാൻ ആളുടെ ഹൃദയം അധീർ ഹോ ഗയ, അതായത് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അധീർ ഹോ ഗയ മീൻസ് ഇംപേഷ്യൻ്റ് ആവുക. घोड़े को खोलकर बाहर लाए और उसकी पीठ पर हाथ फेरने लगे. ഘോടേനെ ഖോൽക്കർ തുറന്നിട്ട് ബാഹർ ലായ് പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഉസ്കി പീഠ് പുറത്ത് ബാക്കിൽ കൈ കൊണ്ട് ഇങ്ങനെ തടവി കൊടുത്തു. ഏകാഏക് ഉസ് പർ സവാർ ഹോ ഗए. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറി ഘോട ഹവാ സെ ബാത്തേ കർനെ ലഗ. അതായത് എന്നിട്ട് ഹവാ സെ ബാത്തേ കർണ ഒരു മുഹാവരയാണ്, ഭയങ്കര സ്പീഡിൽ പോകാൻ തുടങ്ങിയെന്നാണ് അർത്ഥം. उसकी चाल को देखकर खड़क सिंह के हृदय पर सांप लौटने लगा. ഈ ഹൃദയ പർ സാപ്പ് ലോട്ടന അതും ഒരു മുഹാവരയാണ്, മീൻസ് ജലസി ആവുക. ഈ കുതിരനെ കണ്ട് ഭയങ്കര ജലസി ആയിരുന്നു, അതാണ് സാപ്പ് ലോട്ടന. അപ്പം മുഹാവരയൊക്കെ ചോദിക്കും. ഇവിടെ ഇപ്പം തന്നെ 2 മുഹാവര വന്നിട്ടുണ്ട് കേട്ടോ. वह डाकू था और जो वस्तु से पसंद आ जाए उस पर वह अपना अधिकार समझता था. അയാളൊരു ഡെക്കോയിറ്റ് ആണല്ലോ, ഡാക്കു ആണ്. അപ്പോൾ ഏത് വസ്തുവാണ് ആൾക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് എൻ്റെ ആണ്, എൻ്റെ സ്വന്തമാണ് എന്നാൾ മനസ്സിലങ്ങനെ ധരിക്കും. അധികാർ സമജ്ന മീൻസ് അതിലെനിക്കാണ് അധികാരം എന്നാൾ മനസ്സിലങ്ങോട്ട് പറയും. ഉസ്കെ പാസ് ബാഹുബൽ ഥാ മീൻസ് അയാൾക്ക് കുറേ ശക്തി ഉണ്ടായിരുന്നു. ബാഹുബൽ മീൻസ് പേശിബലം. ആദ്മി ഥേ ഓർ ബേറഹിമി थी. ആദ്മി മീൻസ് കുറേ ആൾക്കാരും ഉണ്ട്, ബേറഹിമി ക്രൂരതയുണ്ട്. जाते जाते उसने कहा, बाबा जी मैं यह घोड़ा आपके पास ना रहने दूँगा. അപ്പോൾ തിരിച്ചു പോണതിൻ്റെ മുന്നേ അയാൾ പറഞ്ഞു ഈ ബാബ ഭാരതിയുടെ അടുത്ത്, ബാബാജി ഈ കുതിര ഞാൻ നിങ്ങളുടെ കയ്യിൽ ഇരിക്കാൻ സമ്മതിക്കില്ല. ജാത്തെ ജാത്തെ മീൻസ് തിരിച്ചു പോകുന്ന സമയത്ത്. നാ രഹനെ ദൂങ്ക ഇരിക്കാൻ സമ്മതിക്കില്ല. ബാബ ഭാരതി ഡർ ഗയെ. അപ്പോൾ ആൾ പേടിച്ചു കേട്ടോ. അപ്പോൾ ഉൻഹെ രാത് കോ നീന്ത് നാ ആത്തി. രാത്രിയൊന്നും ഉറക്കം വരുന്നില്ല. നീന്ത് നഹി ആത്തി, ഉറക്കം വരുന്നില്ല, സ്ലീപ്ലെസ് ആയി. സാരി രാത് അസ്തബൽ കി റഖ്വാലി മേ കട്ടനെ ലഗി. അതായത് ഇപ്പോൾ രാത്രി മുഴുവൻ ആൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ അസ്തബൽ മീൻസ് ആ സ്റ്റേബിൾ ഉണ്ടല്ലോ, ഹോഴ്സസിനെ കെട്ടിയിരിക്കുന്ന, അതിനെ ഇങ്ങനെ ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കും ആൾ. ഏത് നേരം എണീറ്റ് നോക്കിക്കൊണ്ടിരിക്കും, എങ്ങാനും എൻ്റെ കുതിര എങ്ങനെയും കൊണ്ടുപോയോ എന്ന് വിചാരിച്ചിട്ട്. പ്രതീക്ഷൺ ഖടക് സിംഗ് ക ഭയ ലഗാ രഹത്ത. ഏത് നേരവും ആളെക്കുറിച്ചുള്ളൊരു പേടിയായി തുടങ്ങി. പരന്തു കൈ മാസ് ബീത് ഗയെ ഓർ വഹന ആയ. പക്ഷെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു പോയി. വഹന ആയ, പക്ഷെ അയാൾ വന്നില്ല കേട്ടോ, ഖടക് സിംഗ് വന്നില്ല. യഹാ തക് കി ബാബ ഭാരതി കുച്ച് അസാവധാൻ ഹോ ഗയെ. കുറേ നാൾ കാണാണ്ടായപ്പോൾ ആളപ്പോൾ അസാവധാനായി. സാവധാൻ മീൻസ് അലേർട്ട് ആവുക. അപ്പോൾ ആൾ കുറച്ച് ശ്രദ്ധ കുറഞ്ഞു തുടങ്ങി. അസാവധാൻ അശ്രദ്ധ. और इस भय को स्वप्न के भय की नई मिथ्या समझने लगी. എന്നിട്ട് ഇസ് ഭയക്കോ, ഈ ഭയത്തിനെ, സ്വപ്നക്കെ ഭയക്കി, അതായത് സ്വപ്നത്തിൽ കാണുന്ന ഒരു ഭയത്തിനെ കി നൈ മിഥ്യ. മിഥ്യ മീൻസ് നോണ.
ഒരു പുതിയൊരു നുണയായിട്ട് കരുതി. അതായത് ഇതൊരു സ്വപ്നത്തിൽ വന്നു പോയ ഒരു കഥ, സത്യമല്ലാത്തൊരു കഥ പോലെ ആൾ മനസ്സിൽ വിചാരിച്ചു. संध्या का समय था. വൈകുന്നേരം നേരമായിരുന്നു. ബാബ ഭാരതി സുൽത്താൻ കി പീഠ് പർ സവാർ ഹോക്കർ ഘൂമനെ ജാ രഹേ थे. ഈ സുൽത്താൻ്റെ മുകളിൽ കയറി ബാബ ഭാരതി കറങ്ങാൻ പോവുമായിരുന്നു. പീഠ് പർ സവാർ റൈഡ് ചെയ്യുക, ബാക്കിൽ കയറി റൈഡ് ചെയ്യുക. ഘൂമന കറങ്ങുക. ഇസ് സമയ ഉൻകി ആँखों में चमक थी. അപ്പോൾ ഈ സമയത്ത് കണ്ണുകൾക്കൊക്കെ നല്ല തിളക്കമായിരുന്നു. മുഖ് പർ പ്രസന്നത, മുഖത്ത് നല്ല ഹാപ്പിനെസ് ആയിരുന്നു. കബി ഘോടെ കെ ശരീർ കോ ദേഖത്തെ, ചിലപ്പോൾ ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുതിരേൻ്റെ ശരീരത്തിലേക്ക് നോക്കും. കബി ഉസ്കെ റംഗ് കോ, ചിലപ്പോൾ അതിൻ്റെ കളറ് നോക്കും. ഓർ മൻ മേ ഫൂലെ നാ സമാതെ थे. എന്നിട്ട് മനസ്സിലിങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കും, ഇതൊക്കെ എൻ്റെ സ്വന്തം കുതിരയുടെ അല്ലേ എന്ന് വിചാരിച്ചിട്ട്. സഹസ ഏക് ഓർ സെ ആവാജ് ആയി. അപ്പോൾ പെട്ടെന്ന് ഒരു സൈഡിൽ നിന്ന് ഒരു സൗണ്ട് വന്നു. ഓ ബാബ ഇസ് കംഗലെ കോ സുൻത്തെ ജാന. ഓ ബാബ, ബാബേനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. ഇസ് കംഗലെ, കംഗലെ മീൻസ് പാവപ്പെട്ടവൻ, പൈസ ഇല്ലാത്ത ആൾ, കങ്കാൽ. അപ്പോൾ ഈ പാവപ്പെട്ടവൻ്റെയും ഒന്ന് കേട്ടിട്ട് പോണേ എന്ന് ഒരു സൈഡിൽ നിന്ന് സൗണ്ട് വരികയാണ്. അതാരാണ്, എന്താ അവിടെ ബാക്കി സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത പാർട്ട് 2 എക്സ്പ്ലെയിൻ ചെയ്യാം. നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഹിന്ദിയിൽ ഫുള്ള് സ്കോർ ചെയ്യണമെങ്കിൽ ഈ ലെസൺ റീഡ് ചെയ്യണം. മുഹാവറ ഉണ്ടാവും, കിസ്നെ കിസ്സേക്കാ, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ലേൺ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫോർ മോർ സച്ച് വീഡിയോസ് ഫോളോ മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ്.